ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 3 എക്സാമിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിലെ പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും ഇൻക്ലൂഡ് ചെയ്തതാണ് ഇന്നത്തെ ഈ ക്ലാസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എക്സാം ഉള്ളവർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ഓപ്ഷൻ എ ഷോർട്ട് ഗായി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഓപ്ഷൻ സി ആണോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരം കൺഫേം ചെയ്യാം. അടുത്ത ചോദ്യം, CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. ഓപ്ഷൻ ബി യൗതേയർ. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് യൗതേയർ. വടക്കേ ഇന്ത്യയിൽ, അതായത് പഞ്ചാബ് ഹരിയാനയിൽ 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന റിപ്പബ്ലിക്കൻ ഗോത്ര വിഭാഗമായിരുന്നു യൗതേയർ കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഓപ്ഷൻ ഡി ദാമിൻ കോഹ്. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം ദാമിൻ കോഹ്. അതായത് 1832 രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ സന്താളുകളെ സ്ഥിരതാമസത്തിനായി ബ്രിട്ടീഷുകാർ വേർതിരിച്ചു നൽകിയ പ്രദേശമാണ് ദാമിൻ ഇ കോഹ് കേട്ടോ. ഓക്കെ, സന്താളുകൾ വരുന്നതിന് മുമ്പ് രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന പ്രാദേശിക വനവിഭാഗമാണ് ഈ പഹാരിയ എന്ന് പറയുന്നത്. ഓക്കെ, സന്താൾ കലാപം നടന്നിരിക്കുന്നത് 1855 1856 കാലഘട്ടത്തിലാണ്. അതൊന്നും ഓർത്ത് വെച്ചോണം. സന്താൾ കലാപം 1855 56 കാലഘട്ടങ്ങളിലായിട്ടാണ് സന്താൾ കലാപം നടന്നിരിക്കുന്നത് കേട്ടോ. സന്താൾ കലാപം നടന്നത് സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ. സന്താൾ കലാപം നടന്നിരിക്കുന്നത് സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. അതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, സന്താൾ കലാപം നടന്നത് 1855 56 കാലഘട്ടങ്ങളിൽ സിദ്ധു കാനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം ഏതാണ്? ദാമിൻ കോഹ്. ഓക്കെ, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു KT കോശി. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു KT കോശി. ഓക്കെ, അപ്പോൾ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഓപ്ഷൻ സി കണ്ണൂർ. 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻ ബി EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് EP രാജഗോപാലന് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ഇത് വേറൊരു PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം 2025 ലഭിച്ചതെന്ന്? ഉൾക്കഥയാണ്. പുറത്ത് വെക്കുക. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് EP രാജഗോപാലന് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് കേട്ടോ. അതൊന്നും ഓർത്ത് വെച്ചോണം.
ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചിരിക്കുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സ്വാഭിമാന പ്രസ്ഥാനം, അതായത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി. ഇ വി രാമസ്വാമി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പെരിയാർ എന്നാണ്. പെരിയോർ എന്നറിയപ്പെടുന്ന ആളാണ് ഇ വി രാമസ്വാമി. അദ്ദേഹമാണ് സ്വാഭിമാന പ്രസ്ഥാനം, അതായത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ സ്ഥാപകൻ. ഓക്കെ. പന്തിഭോജനം നടത്തിയ ആളാണ് തൈക്കാട് അയ്യാസ്വാമി. പന്തിഭോജനം നടത്തിയ ആളാണ് തൈക്കാട് അയ്യാസ്വാമി. അതുപോലെ സമപന്തിഭോജനം നടത്തിയിരിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. മിശ്ര ഭോജനം നടത്തിയിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. ഈ ഭോജനങ്ങൾ അതായത് പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യാസ്വാമി, സമപന്തിഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ. ചട്ടമ്പി സ്വാമികളെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവ രചിച്ചിരിക്കുന്നത് അല്ലേ? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവ രചിച്ചത്. ഓക്കെ. അപ്പൊ അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകനാരാ? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം 1917 സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. പ്രത്യേകം ഓർത്തു വെച്ചോണം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. എന്നാണ്? 1917. അഭിനവ കേരളം മാസികയും ആത്മവിദ്യാ കാഹളം എന്ന പത്രവും ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓർത്തു വെച്ചോണം. അഭിനവ കേരളം മാസികയും ആത്മവിദ്യാ കാഹളം പത്രവും ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ. (1818) കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ എ ഡൗസൺ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഡൗസൺ ആണ്. ബെഞ്ചമിൻ ബെയ്ലി. കോട്ടയത്തുള്ള CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് കേട്ടോ. 1821 കോട്ടയത്തെ CMS പ്രസ് 1821 സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഹെർമൻ ഗുണ്ടർട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പത്രം തുടങ്ങിയതാരാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അർണോസ് പാതിരി. പുത്തൻപാന എന്ന കൃതിയുടെ കർത്താവാണ് അർണോസ് പാതിരി. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പുത്തൻപാന എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരിയാണ്. ഈ ഓപ്ഷനിലുള്ള ഇവരെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? 1818 കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഡൗസൺ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല. ഓപ്ഷൻ സി സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ
അച്ചടിശാല സെൻറ് ജോസഫ് പ്രസ്. സെൻറ് ജോസഫ് പ്രസ് മാന്നാനത്താണ് കേട്ടോ, കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് 1846 മാന്നാനത്ത് ഇത് സ്ഥാപിച്ചത് കേട്ടോ, സെൻറ് ജോസഫ് പ്രസ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1846 സെൻറ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ സെൻറ് ജോസഫ് പ്രസ് ആരാ സ്ഥാപിച്ചത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1846 കോട്ടയം ജില്ലയിലെ മാന്നാനത്ത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല ഏതാണ്? സെൻറ് ജോസഫ് പ്രസ്. ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. താഴെ തന്നിരിക്കുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഓപ്ഷൻ ബി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, അതായത് സിയാൽ. UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയിട്ടുണ്ട് കേട്ടോ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 3 ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ: ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ: ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ഉയർത്തപ്പെട്ട തീരസമതലം കിഴക്കൻ തീരസമതലമാണ്. ഓർത്തു വെച്ചോണം, ഉയർത്തപ്പെട്ട തീരസമതലം കിഴക്കൻ തീരസമതലമാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നതും കിഴക്കൻ തീരസമതലത്തിലാണ്. ഓർത്തു വയ്ക്കുക, ഡെൽറ്റകൾ കാണപ്പെടുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല. ഓപ്ഷൻ സി സുവർണ ചതുഷ്കോണം, അതായത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇതോർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ട്, അത് ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. ഡ കൊച്ചെ മുമ്പീന്ന് മാർനിക്ക്. ഡ കൊച്ചെ മുമ്പീന്ന് മാർനിക്ക്. ഡ ഡൽഹി, കോ കൊൽക്കത്ത, ചെ ചെന്നൈ, മുമ്പീന്ന് മുംബൈ. അപ്പോൾ ഈ 4 പ്രധാന നഗരങ്ങൾ, സുവർണ ചതുഷ്കോണത്തിലെ 4 പ്രധാന നഗരങ്ങൾ ഓർത്തു വയ്ക്കാനുള്ള കോഡാണ് ഡ കൊച്ചെ മുമ്പീന്ന് മാർനിക്ക്. ഡ ഡൽഹി, കോ കൊൽക്കത്ത, ചെ എന്ന് പറയുന്നത് ചെന്നൈ, മുമ്പീന്ന് അത് മുംബൈ. മുമ്പീന്ന് മാറി നിൽക്കും, മുംബൈ എന്നുള്ളത് മുംബൈ. അപ്പോൾ നോക്കിക്കേ, എന്താണ് കോഡ്? ഇതാണ് ഡ കൊച്ചെ മുമ്പീന്ന് മാറി നിൽക്കുക. ഡ ഡൽഹി, കോ കൊൽക്കത്ത, ചെ ചെന്നൈ, മുമ്പീന്ന് മുംബൈ. ഓക്കെ,
ഇനി ഇതാരും മറക്കുമല്ലോ, എന്താണ് സുവർണ ചതുഷ്കോണത്തിലെ 4 നഗരങ്ങൾ: ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. ഏതാണ് കോഡ്? ഡാ കൊച്ചെ മുംബൈന്ന് മാറി നിൽക്കുക. ഡാ ഡൽഹി, കോ കൊൽക്കത്ത, ചെ ചെന്നൈ, മുംബൈന്ന് മുംബൈ. ഓക്കെ. വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ഈ സുവർണ ചതുഷ്കോണം നിർമ്മിച്ചത് കേട്ടോ. വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് സുവർണ ചതുഷ്കോണം നിർമ്മിച്ചത്. ഓക്കെ. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാവേരി. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ഒരു ക്ലൂ എന്നാണെന്നറിയോ, എൻ്റെ കസിൻസ് 2 പേര്, അതായത് ഒരു വീട്ടിൽ എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ 2 പെൺമക്കൾ, മമ്മിയുടെ അനിയത്തിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അവരുടെ പേര് മൂത്ത ആൾ കാവേരിയും രണ്ടാമത്തെ ആൾ കൃഷ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കണക്ട് ചെയ്ത ഇത് ഓർത്ത് വെക്കുന്നത്. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയിൽ. കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ്? കാവേരി നദിയിൽ. എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ അവരിൽ കാവേരി, കൃഷ്ണയും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഓർത്ത് വെക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് ഒരിക്കലും, ഈ ചോദ്യം ഒരിക്കലും തെറ്റാറില്ല. നന്നായിട്ട് തന്നെ അറിയാം കൃഷ്ണരാജ സാഗർ നദീതട പദ്ധതി കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നിങ്ങളും വേണമെങ്കിൽ ആ ക്ലൂ ഇട്ടങ്ങ് ഓർത്ത് വെച്ചു. ഓക്കെ. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി രാജസ്ഥാൻ ബാഗർ. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ. നോക്കിക്കേ, താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ്. ഓപ്ഷൻ സി മൈക്ക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ് മൈക്ക. അലോഹ ധാതുവാണ് മൈക്ക. മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ്. അതുപോലെ മെർക്കുറിയുടെ രസത്തിൻ്റെ അയിരാണ് സിന്നബാർ. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണേ. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്, സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്, ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ് കേട്ടോ. ആ ഒരു പോയിന്റ് കൂടെ ഇവിടെ ഓർത്ത് വെച്ചോണം. ഇരുമ്പിൻ്റെ അയിര് മാഗ്നറ്റൈറ്റ്, മെർക്കുറിയുടെ അയിര് സിന്നബാർ. മെർക്കുറിയുടെ വേറൊരു പേരാ രസം. ഓക്കെ, മെർക്കുറി എന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇനി രസം എന്ന് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഓക്കെ, മെർക്കുറിയുടെ അയിര് സിന്നബാർ, അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതു ഏതാണ്? മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഭംഗർ. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഖാദറാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഖാദർ എന്നാണ് കേട്ടോ. അതായത് ഓർത്ത് വയ്ക്കാനൊരു ഖാദറും ഭംഗറും ഓർത്ത് വയ്ക്കാനൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ഞാൻ കണ്ടുപിടിച്ച ക്ലൂ ആണ് കേട്ടോ.
അതായത് ഈ ഖാദർ എന്ന് പറയുമ്പം ഖദർ വസ്ത്രം എന്ന് ഓർക്കുക. ഖദർ, ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഖദർ വസ്ത്രം ഒരു പുതിയതുപോലെയല്ലേ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഭയങ്കരമായിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് ഒരു പുതിയ ഫീൽ കിട്ടുന്ന രീതിയിലാണല്ലോ ഈ ഖദർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് പൊളിറ്റീഷ്യൻസൊക്കെ. അപ്പം പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പം ഖദർ എന്നുള്ള ക്ലൂ ഇട്ട് ഖാദർ അങ്ങ് ഓർത്ത് വയ്ക്കുക. അതുപോലെ അപ്പം പഴയത് ഏതാ? ഭങ്കർ എന്ന് നമുക്കറിയാം. ഭങ്കറും ഖാദറും തമ്മിലെ കൺഫ്യൂഷൻ ഉള്ളല്ലോ. അപ്പം ഖദർ വസ്ത്രം അത് നല്ല പുതിയതുപോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം പുതിയ എക്കൽ നിക്ഷേപം ഖാദറും, പഴയത് ഭങ്കർ എന്ന് ഓർത്ത് വയ്ക്കുക. ഞാനത് അങ്ങനെ ഒരു ക്ലൂ ഇട്ട് അത് ഓർത്ത് വയ്ക്കുന്നു. ഇനി ഇവിടെ ഈ ഭാബർ എന്ന് പറയുന്നത് കല്ലും പാറയും നിറഞ്ഞ പ്രദേശമാണ്. കല്ലും പാറയും നിറഞ്ഞ പ്രദേശങ്ങളെയാണ് ഭാബർ എന്ന് വിളിക്കുന്നത്. അതുപോലെ ദോബ് എന്ന് വെച്ചാലുണ്ടല്ലോ 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ദോബ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ദോബ്. ഈയിടെ നടന്ന ഒരു 10th പ്രിലിംസിന് ഇതിലാണോ എനിക്കറിയത്തില്ല, ഇനി ഇങ്ങോട്ട് താഴത്തോട്ട് നമ്മൾ ചോദ്യങ്ങൾ പറഞ്ഞല്ലേ വരുന്നുള്ളൂ, എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അതോ ഇനി നെക്സ്റ്റ് സ്റ്റേജിലായിരുന്നു, സ്റ്റേജ് 4 എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. രചനാ ദോബ് ഏത് നദികൾക്കിടയിലാണെന്ന്. രചനാ ദോബ് ഞാൻ ഈയിടെ ക്ലാസ് എടുത്ത ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിലാണോന്നും എനിക്കറിയത്തില്ല കേട്ടോ. VFAയുടെ ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. രചനാ ദോബ് ഏത് നദികൾക്കിടയിലാണെന്ന്. രചനാ ദോബ് എന്ന് പറയുമ്പോഴത്തേനും രവി ചിനാബ് നദികൾക്കിടയിലായിരുന്നു എന്നാണ് നമ്മളന്ന് പഠിച്ചത്. രവി ചിനാബ് നദികൾക്കിടയിലാണ് ഈ രചനാ ദോബ് കാണപ്പെടുന്നതെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ദോബ് എന്ന് വെച്ചാൽ എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം, അതാണ് ദോബ് എന്നറിയപ്പെടുന്നത് കേട്ടോ. 2 നദികൾക്കിടയിലുള്ള പ്രദേശത്തെയാണ് ദോബ് എന്ന് വിളിക്കുന്നത്. ഈ രചനാ ദോബ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിലാണ് കേട്ടോ. രചനാ ദോബ് കാണപ്പെടുന്നത് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിലാണ്. അപ്പോൾ ദോബ് എന്താണെന്ന് മനസ്സിലായല്ലോ. 2 നദികൾക്കിടയിലുള്ള പ്രദേശത്തെയാണ് ദോബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, രചനാ ദോബ് കാണപ്പെടുന്നത് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിൽ. ഓക്കെ, ഇത് കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓർത്ത് വെക്കുക. ഭാബർ എന്ന് പറഞ്ഞാൽ കല്ലും പാറയും നിറഞ്ഞ പ്രദേശം. ഭങ്കർ എന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങൾ, പുതിയ എക്കൽ നിക്ഷേപങ്ങളാണെങ്കിൽ അത് ഖാദർ. ഓക്കെ, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കു വഹിച്ച നേതാവ് ആരാണ്? ഓപ്ഷൻ സി, സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കു വഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കു വഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കു വഹിച്ച നേതാവായ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് മലയാളിയായ VP മേനോനാണ്. ഓക്കെ, അതും PSC എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കു വഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ബി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതായത് ഫസൽ അലി കമ്മീഷൻ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതായത് ഫസൽ അലി കമ്മീഷൻ 1953 ഇതിൻ്റെ ചെയർമാൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതായത് ഫസൽ അലി കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. അംഗങ്ങൾ HN കുൻസ്രുവും KM പണിക്കരുമായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. അതിലെ അംഗങ്ങൾ HN കുൻസ്രുവും KM പണിക്കരുമായിരുന്നു. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് കേട്ടോ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ ഉണ്ട്. എന്താണ്? കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താ സർക്കാരിയ കമ്മീഷൻ എന്തുവരും? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. മണ്ഡൽ കമ്മീഷൻ എന്ന് വെച്ചാൽ പിന്നോക്ക വിഭാഗ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനായിരുന്നേ. പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. അതുപോലെ കോത്താരി കമ്മീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ പരിഷ്കാര കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, അരുണ ആസഫ് അലി.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസഫ് അലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായി നവറോജി. കേട്ടോ, ഓർത്ത് വെച്ചോണം. വന്ധ്യവയോധിക അരുണ ആസഫ് അലിയാണ്. വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്. ഓക്കെ. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. കേട്ടോ, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു 1925 കേട്ടോ. 1925 കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1913. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം 1913. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു കേട്ടോ സ്ഥാപിതമായത്. ലാല ഹർദയാലിന്റെയും സോഹൻ സിംഗ് ഭക്നയുടെ നേതൃത്വത്തിൽ. കേട്ടോ, ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായത് 1913 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ആരുടെ നേതൃത്വത്തിലാണ്? ലാല ഹർദയാലിന്റെയും സോഹൻ സിംഗ് ഭക്നയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇങ്ങനെ പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്നിരിക്കുന്നത് 1721. മലബാർ കലാപം നടന്നിരിക്കുന്നത് 1921. കേട്ടോ, മലബാർ കലാപം 1921. വയലാർ കലാപം നടന്നിരിക്കുന്നത് 1946. വയലാർ കലാപം 1946. അതായത് പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് വയലാർ കലാപം 1946. പുന്നപ്ര വയലാർ സമരം നടന്നിരിക്കുന്നത് 1946. അതിൻ്റെ ആ പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്നതാണ് ഈ വയലാർ കലാപം. അതും 1946 നടന്നത്. ഓക്കെ. പാലിയൻ സത്യാഗ്രഹം നടന്നിരിക്കുന്നത് 1947-48 കാലഘട്ടങ്ങളിലായിട്ടാണ്. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടങ്ങളിലായിട്ട്. ഓക്കെ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കേട്ടോ, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം? ഓപ്ഷൻ എ മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. 1948 ജൂണിലായിരുന്നു കേട്ടോ. 1948 ജൂണിൽ. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബെൽഗാം സമ്മേളനം 1924 കേട്ടോ. ഓപ്ഷൻ ബി ബെൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനമാണ്. 1924 നടന്നത് കേട്ടോ. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്?
ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ ബി 86-ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി 2002-ലായിരുന്നു കേട്ടോ. 2002-ലെ 86-ാം ഭേദഗതി. അപ്പം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2002-ലെ 86-ാം ഭേദഗതിയിൽ. ഓക്കെ. കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 4A ആണ്. അനുച്ഛേദം 51A ആണ്. ഓർത്തു വയ്ക്കുക. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. അനുച്ഛേദം 51A ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ഓപ്ഷൻ സി രാജസ്ഥാൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? രാജസ്ഥാനിൽ. അത് അരുണ റോയിയുടെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ. അരുണ റോയിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ പ്രവർത്തിച്ച സംഘടനയാണ്. ഇതാണ് വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കിയത്. വിവരാവകാശ നിയമത്തിന് RTA ആക്ടിന് വഴി തെളിച്ചത് എന്താണ്? ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. വിവരാവകാശ നിയമത്തിന്. ഓക്കെ. രാജസ്ഥാൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? രാജസ്ഥാനിൽ. ആരുടെ നേതൃത്വത്തിലായിരുന്നു? അരുണ റോയിയുടെ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 2005. 2005 ഒക്ടോബർ 12-നാണ് കേട്ടോ. 2005 ഒക്ടോബർ 12-ന് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. 2005 ഒക്ടോബർ 12-ന്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ ബി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയാണ് സർക്കാർ പത്രക്കുറിപ്പുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലറുകൾ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവ സർക്കാർ പത്രക്കുറിപ്പുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലറുകൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ എ മാഡം ഭിക്കാജി കാമയാണ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് കേട്ടോ. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? മാഡം ഭിക്കാജി കാമ. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച്. ഓക്കെ. ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി ജനുവരി 24, 1950. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി
അംഗീകരിച്ചത് എന്നാണ്? ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഓപ്ഷൻ എ കോ വാറണ്ടോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവേതാണ്? കോ വാറണ്ടോ. മാൻഡമസ് എന്ന് വെച്ചാൽ എന്താ? കടമ നിർവഹിക്കാൻ പറയുന്നതാണ് കേട്ടോ. കടമ നിർവഹിക്കാനായിട്ട് പറയുന്നത്. ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇതാണ് മാൻഡമസ്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക, അതായത് നിയമവിരുദ്ധ തടങ്കലിനെതിരെയുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക, ശരീരം ഹാജരാക്കുക, അതായത് നിയമവിരുദ്ധ എതിരെയുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ കീഴ്ക്കോടതി നടപടികൾ തടയൽ. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതി നടപടികൾ തടയലാണ്. കീഴ്ക്കോടതി നടപടികൾ തടയുന്ന ഉത്തരവാണ് എന്ത്? പ്രൊഹിബിഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവേതാണ്? കോ വാറണ്ടോ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്: താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 3. ചിന്നാർ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ: ചിന്നാർ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 1, 2. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ: തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത്: തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ: ഓപ്ഷൻ എ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ: പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം: ഓപ്ഷൻ എ പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഓർത്ത് വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. ചെറുത് പാമ്പാടും ചോല, വലുത് ഇരവികുളം. ഓക്കെ.
അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 1, 2 ശരിയാണ്. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത, വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്: അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത, വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 3 മാത്രം ശരി. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകം. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. ഓർത്തു വെച്ചോണം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഓക്കെ. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി നീണ്ടകര. ഇത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? നീണ്ടകര. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2 ആൻഡ് 4 ശരി. അപ്പം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വാഗൺ ട്രാജഡി, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വാഗൺ ട്രാജഡി, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന. ഓപ്ഷൻ സി വാല സമുദായ പരിഷ്കരണ സഭ. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന വാല സമുദായ പരിഷ്കരണ സഭ 1907. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭനാണ് 1914. സാധുജന പരിപാലന യോഗം അയ്യങ്കാളിയാണ് 1907. ഓർത്ത് വെക്കുക എന്തൊക്കെയാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന വാല സമുദായ പരിഷ്കരണ സഭ, യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഓക്കെ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട. ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച ആത്മീയ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ. PRDS സ്ഥാപിച്ചത് 1909 കേട്ടോ. PRDS പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന് പറയുന്നത് എന്താണ്? PRDS 1909 ഇത് സ്ഥാപിച്ചത് കേട്ടോ. 1909 പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച ആത്മീയ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909. ഇതിന്റെ ആസ്ഥാനം ഇരവിപേരൂരാണ്. ഇരവിപേരൂരാണ് കേട്ടോ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ്. അതും കൂടി ഓർത്തു വെച്ചു. ഇരവിപേരൂർ. ഓക്കെ.
കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. കേരളത്തിൽ ആദ്യമായിട്ട് പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3, 4 ശരി. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം, കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം, കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇതിലെ കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു, ഈ ഒരു പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. കാരണം അത് അധികം കേട്ടിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു പോയിന്റാണ് ഈ കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചത്. അപ്പോൾ അതറിയത്തില്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ റാങ്ക് ഫയലിലോ ബുക്കിലോ ഒന്നും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന? ഓപ്ഷൻ എ സഹോദര പ്രസ്ഥാനം. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന സഹോദര പ്രസ്ഥാനം. മിശ്രഭോജനം നടത്തിയതാരാണ്? സഹോദരൻ അയ്യപ്പൻ. മുമ്പ് പഠിച്ചതാണേ. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. ഈ സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, 1917 ചെറായിൽ വെച്ചായിരുന്നു മിശ്രഭോജനം നടത്തിയത്. 1917 ചെറായിൽ വെച്ചായിരുന്നു സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത്. ഓക്കെ, 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം? ഓപ്ഷൻ ഡി അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം അസർബൈജാൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ്? ഓപ്ഷൻ സി AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് AK ഗോപാലൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. ലിംഫിൽ വലിയ പ്രോട്ടീനുകൾ കുറവായിരിക്കും കേട്ടോ, അങ്ങനെ കാണപ്പെടാറില്ല, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ലിംഫ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് എയും ബിയും സിയും. അപ്പോൾ അതൊന്ന് പറയാം. ലിംഫ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: സ്പ്ലീന്, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ശരിയായ പ്രസ്താവനകൾ: DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ ബി തൈമിന്. DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിന്. RNA-യിലാണെങ്കിലോ RNA-യിൽ തൈമിന് പകരം യുറാസിലാണ് കേട്ടോ ഉള്ളത്. RNA-യിൽ ഈ തൈമിന് പകരം യുറാസിലാണുള്ളത്. ഈ ബാക്കി 3 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ പറയാം, ഈ DNA-യിലും RNA-യിലും കോമൺ ആയിട്ടുള്ളതാണ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ DNA-യിലും RNA-യിലും ഉണ്ട് അഡിനിനും ഗ്വാനിനും സൈറ്റോസിനും. DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമാണ് ഈ തൈമിന്. അതുപോലെ RNA-യിലുള്ളതും DNA-യിൽ ഇല്ലാത്തതുമാണ് യുറാസിൽ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ, അതെപ്പോഴും ബേസ് ചോദിക്കാറുണ്ട്. യുറാസിലാണെങ്കിൽ RNA-യിലുണ്ട് പക്ഷെ DNA-യിലില്ല.
DNA-യിലുണ്ട്, RNA-യിൽ ഇല്ലാത്തതാണ് എന്ത്? തൈമിന്. ഇപ്പം രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. യുറാസിൽ എന്ന് പറയുമ്പോൾ ഈ RNA-യുടെ ആറും യുറാസിലിൻ്റെ റായും ഒക്കെ കൂടി അങ്ങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ഒരു ക്ലൂ ഇട്ടാണ് എപ്പോഴും ഓർക്കുന്നത്. RNA-യും യുറാസിലും ആ റായും ആറും കൂടെ ഒക്കെ കണക്ട് ചെയ്ത് അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്? DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതും എന്താ? തൈമിന്. RNA-യിലുള്ളതും DNA-യിൽ ഇല്ലാത്തതും യുറാസിൽ. ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? DNA-യിലും RNA-യിലും ഉള്ളത് എന്താണ്? DNA-യിലും RNA-യിലും ഉള്ള നൈട്രജൻ ബേസുകളിൽ കോമൺ ആയിട്ടുള്ള മൂന്നെണ്ണം എന്താ? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം സി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ് കേട്ടോ. ഓർത്ത് വെച്ചോടെ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി. അപ്പോൾ ഈ സ്കർവി ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം സിയുടെ. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? H5N1. ഓപ്ഷൻ ബി H5N1. പന്നിപ്പനിക്ക് കാരണം H1N1 ആണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തോ വെച്ചോണേ. PC എപ്പോഴും ചോദിക്കാറുണ്ട്. പന്നിപ്പനിക്ക് കാരണം H1N1. പന്നിപ്പനിക്ക് കാരണം H1N1ഉം പക്ഷിപ്പനിക്ക് കാരണമായത് H5N1. ഓക്കെ, ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഷിക്ക് ടെസ്റ്റ്. ഓപ്ഷൻ എ ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ബി വെണ്ട. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ട. ഈ വലിയ വെണ്ടയ്ക്കൊക്കെ വളഞ്ഞൊരു ആനക്കൊമ്പിൻ്റെ ഷേപ്പല്ലേ? നമ്മൾ ഈ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന വലിയ വെണ്ടയ്ക്ക ആനക്കൊമ്പൻ ഷേപ്പിലൊക്കെ ഉണ്ടല്ലോ. ആനയുടെ കൊമ്പ് പോലെ ഇരിക്കുന്ന ഷേപ്പിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അത് വലിയ വെണ്ടയ്ക്കയാണ്. അത് ഒരു വളഞ്ഞൊരു ആനക്കൊമ്പിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ടയുടെ. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ എ സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ കേട്ടോ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം? ഓപ്ഷൻ എ DDT. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിംഗിൾ ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. സിംഗിൾ ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന ഊഷ്മാവ് ഏതാണ്? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? ഓപ്ഷൻ സി 18. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്?
18. അതായത് 2n² എന്നുള്ള ഫോർമുല എങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. 2n². ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്ത് വരും? n ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n². അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓർബിറ്റിലാവുമ്പോൾ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 2 × 3². അപ്പോൾ എന്താ? 2 × 3² എന്ന് വെച്ചാൽ 9. അപ്പോൾ 2 × 9 18 വരും. ഓക്കെ. ഒരാറ്റത്തിലെ മൂന്നാമത്തെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 18. 2n² ഫോർമുല യൂസ് ചെയ്താൽ മതി. മൂന്നാമത്തെ ഓർബിറ്റലിൽ എന്ന് പറയുമ്പോൾ n 3 ആണ്. ഓക്കെ. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവർത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി വസ്തുവിൻ്റെ നിറം. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? വസ്തുവിൻ്റെ നിറം. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ നീളം, വസ്തുവിൻ്റെ വലുപ്പം, വസ്തുവിൻ്റെ ഇലാസ്തികത. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതന കോണും പ്രതിപതന കോണും തുല്യമാകുന്നത് എപ്പോൾ? ഓപ്ഷൻ എ എപ്പോഴും തുല്യമാണ് കേട്ടോ. ഒരു പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതന കോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോഴാണ്? എപ്പോഴും തുല്യമാണ്. ഇത് ഫസ്റ്റ് സ്റ്റേജിലെയും സെക്കൻഡ് സ്റ്റേജിലെയും പിന്നെ പ്രീവിയസ് ഇയറിലെ 10th പ്രിലിംസും ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു. ഇത് പതന കോണും പ്രതിഫലന കോണും എപ്പോഴും തുല്യമാണെന്ന്. നമ്മുടെ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പഠിച്ച രണ്ട് ചോദ്യപേപ്പർ 2 ചോദ്യങ്ങൾ പഠിച്ചായിരുന്നു. ഒന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പതന കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിഫലന കോൺ എത്ര ഡിഗ്രി ആണെന്ന്. അപ്പം 30 ഡിഗ്രി തന്നെയാണെന്നും ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പറഞ്ഞു പതന കോണും പ്രതിഫലന കോണും എപ്പോഴും തുല്യമാണെന്നും. അതുപോലെ തന്നെ നമ്മൾ 60 ഡിഗ്രിയിലാണോ 90 ഡിഗ്രിയിലാണോ അതും ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഏതൊരു പരീക്ഷയ്ക്ക്. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോഴുള്ള പതന കോണ് 60 ഡിഗ്രിയാണ് എങ്കിൽ അതിൻ്റെ പ്രതിഫലന കോൺ എത്രയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു പതന കോണും പ്രതിഫലന കോണും തുല്യമായിരിക്കും, അത് 60 ഡിഗ്രി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതാണ്. ഓക്കെ. ഒരു കലോറി എത്ര ജൂളാണ്? ഓപ്ഷൻ സി 4.2 ജൂള്. ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂള്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏതാണ്? ഓപ്ഷൻ ബി ഊർജം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏതാണ്? ഊർജം. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയൊക്കെ യൂണിറ്റ് ഏതാ? ജൂളാണ് കേട്ടോ. പ്രവൃത്തിയുടെ ഊർജത്തിൻ്റെയൊക്കെ യൂണിറ്റ് ഏതാണ്? ജൂള്. പ്രവൃത്തിയുടെ ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാ? ജൂൾ. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ്. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാ? ഓപ്ഷൻ എ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡിവിൻ PCA ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.